ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമേനെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഓൾറെഡി നമ്മുടെ റിയൽ സെഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡെയിലി, നമ്മുടെ വരാൻ പോകുന്ന ക്യാമ്പയിനും അതിനെ പറ്റിയൊക്കെ. അപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിലാണ് ഗൈസ്. അപ്പോൾ ഇതും നമ്മൾ നമ്മുടെ പുതിയ ഡിവിഷൻ മാച്ച് ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഇപ്പോൾ ഡിലേ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് എന്തായാലും വന്നിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്തത് നമ്മുടെ ബെൻസിമേനെ മാറ്റി കിട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന 4-1-1-4 എന്ന് പറഞ്ഞ സാബിയുടെ ഒരു ടീമാണ്, ഡേവിഡ് വില്ലയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും മാച്ചിലോട്ട് കിടന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ മച്ചാമേനെ ഓൾറെഡി നമ്മളെന്താ വെച്ചാൽ ഇപ്പം ബെൻസിമേനെ മാറ്റിയിട്ട് അവിടേക്ക് മെസ്സി പൊസിഷൻ ഇറക്കി. CF നമ്മുടെ റൊണാൾഡോനെ തന്നെയാണ് ഇട്ടേക്കുന്നത് ഗൈസ്. ജലദോഷമൊക്കെ പിടിച്ചിട്ട് സീനായി മച്ചാമേനെ. ഇപ്പം എന്തായാലും നമ്മൾ ഈ എന്താ പറയുക, ഇനിയിപ്പോൾ ഇതിലേക്ക് എത്തുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാട്ടോ. ഡിവിഷൻ മാച്ച് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു സീരീസ് പോലെ ഇറക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ ഇൻട്രോ വീഡിയോസ് ഒക്കെ വേണം, ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ എന്തായാലും ഇറക്കാം, അങ്ങനെ ഇൻട്രോ ഒക്കെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് മാച്ച് നമുക്കാണോ നോക്കാൻ കഴിയും. എന്തായാലും മച്ചാമേനെ ഫസ്റ്റ് മാച്ച് അവർക്കാണ്. ബാർസലോണ, ഡേവിഡ് വില്ലാറ്റോ, സ്കോളസ് കുറേ പേരെടുത്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. സാബി അലോൺസോ എടോ പാസ് ഇട്ടാൽ മതിയായിരുന്നു. സ്കോളസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, കിട്ടിയിട്ടുണ്ട്. മെസ്സി അയ്യോ ടേൺ ചെയ്തപ്പോൾ മറ്റേ ഇവൻ്റെ കാര്യം തട്ടി. ആരെന്ന് പറയാം, സെർജിൻ്റെ ഹോ ഉണ്ട് ഗൈസ്, സെർജിൻ്റെ ഹോ ഉണ്ട്. നമുക്ക് നോക്കാം. കഫു, സെർജിൻ്റെ ഹോ, പുതിയ സെർജിൻ്റെ കേട്ടോ. മച്ചാമേനെ കയറിപ്പോന്നിട്ട് പിടിച്ചു, ജെറാഡ് പിടിച്ചു. ഓക്കെ, നല്ലൊരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. പെക്കമ്പർ അവിടുന്ന് ടേൺ ചെയ്ത് വന്നടാ. സ്കോളസ് കിട്ടി. സാബി അലോൺസോ ടു ജെറാഡ് കിട്ടി ഗൈസ്. റൊണാൾഡോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെയ്മർ നല്ലൊരു ചാൻസ് ഉണ്ട്. എടാ അയ്യോ ഗൈസ്, അവിടെ നിന്ന് അടിച്ചാൽ മതിയായിരുന്നു. സൈമൺ വന്ന് പിടിച്ചു ഗൈസ്. റൂട്രിഗർ ഗൈസ്, ഈ കയറി വരുമ്പോൾ പണി കിട്ടാണ്ട് നോക്കണം. LB റൂട്രിഗർ. ഓക്കെ, നെയ്മർ, കഫു. ഓക്കെ, മെഗല്ലൻ. എടാ ഗോളി വന്ന് പിടിച്ചു. ഓക്കെ, സീനില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു പണി പാടും. നമ്മുടെ ഗോളി മാനുവലിയർ ആട്ടോ ഗൈസ്. അപ്പം മെസ്സി, നമുക്ക് നോക്കാം. മെസ്സി ടു വീണ്ടും ബാക്കോട്ട് റോഡ്രി കിട്ടി. മെസ്സി എടാ കിട്ടിയിട്ടുണ്ട്. റൊണാൾഡോ ഗൈസ്, ഈ ഒരു റൊണാൾഡോയ്ക്ക് നല്ല അത്യാവശ്യം പവറുണ്ട് കേട്ടോ. നമ്മുടെ സാധാ പോലത്തെ ഇതല്ല, അത്യാവശ്യം പവറുള്ളൊരു കാർഡാണ്. ഓക്കെ, റോബർട്ടോ കാർലോസ്. ഓക്കെ, നെയ്മർ. വാൻഡീജ് അത് കയറി അടിച്ചല്ലോ ഗൈസ്. എടാ അതെന്തൊക്കെയാണ് അവിടെ നടക്കുന്നുണ്ടല്ലോ ഗൈസ്. സെർജിൻ്റെ ഹോ ചെക്കനെ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ടാർഗറ്റ് വെച്ചിട്ടില്ല ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ. ഓക്കെ, സാബി അലോൺസോ ടു റൊണാൾഡോ കിട്ടിയിട്ടുണ്ട് മച്ചാമേനെ. ഈ വാൻഡീജിക്ക് അവിടെ വന്നിട്ട് പണി ഒപ്പിക്കാണല്ലോ. കിട്ടി. ഡേവിഡ് വില്ലാറ്റോ, ജെറാഡ് ഗൈസ് കിട്ടി. റോഡ്രിഗർ. ഓക്കെ, സമ്മതിക്കുന്നില്ല. ഡേവിഡ് വില്ലാറ്റോ കിട്ടി ഗൈസ്. ക്ലിയർ ചെയ്ത് കളയുന്നത് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. റോബർട്ടോ കാർലോസ്. ഓക്കെ, നെയ്മർ കിട്ടി ഗൈസ്. കഫു കുറച്ച് നേരം മുമ്പേ വെട്ടിച്ചോണ്ടിരിക്കാം. ഓക്കെ, റോബർട്ടോ കാർലോസ്, പെക്കമ്പർ. ഗൈസ് വാൻഡീജിക്ക് പോയടാ വീണ്ടും. മെഗല്ലൻ. ഓക്കെ, സാബി അലോൺസോ, റൊണാൾഡോ ഹെഡ് ചെയ്തിട്ട് ഗൈസ്. മെസ്സി ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ഒരു ടേൺ ചെയ്യാതെ ഞാൻ വിചാരിക്കുന്നു. മെസ്സി. ഓക്കെ ഗൈസ്, മെസ്സി ഗോൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമേനെ ഫസ്റ്റ് ഗോൾ നമ്മുടെ മെസ്സി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഫസ്റ്റ് ഗോൾ നമ്മുടെ മെസ്സി എടുത്തിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. 34-ാം മിനിറ്റിലാണ്. ഹാഫ് ടൈമിന് മുമ്പ് നമ്മുടെ CF ആയിട്ടുള്ള റൊണാൾഡോൻ്റെ നല്ലൊരു പാസ്സായിരുന്നു. അവിടെ നിന്നൊരു കർമ്മടിച്ചു മച്ചാമേനെ. ഇനി നമുക്ക് അടിച്ചു തുടങ്ങാം. അത്യാവശ്യം ചില സമയത്ത് പാസ്റ്റിലേ വരുന്നുണ്ട് കേട്ടോ. സ്കോളസ് സ്ക്രിപ്റ്റിങ്ങും ഉണ്ട്. കൊനാമി നാളെ ഇനിയിപ്പോൾ മെയിൻ്റെനൻസ് ആണല്ലോ ഗൈസ്, കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി തരുന്ന കേട്ട ഗൈസ്. മെസ്സിക്ക് ഒരു ഇടാ കിട്ടി. ഈ ബെക്കമ്പർ അവിടെ ഇല്ലാത്ത ഒരു ഗോൾ ഇപ്പോൾ കയറിയത്. റോഡ്രിഗർ ഗൈസ്. ഇവിടുന്ന് മെസ്സി മറ്റേ നമ്മുടെ ഈ മെസ്സി ആട്ടോ ഗൈസ്. ഇവന്മാർ മറ്റേ 1500 മേടിച്ച മെസ്സിയാണ്. ജെറാഡ് കിട്ടി. ഹെഡ് കളഞ്ഞ് നെയ്മർ. സെർജിനോ ഗൈസ്, നിങ്ങൾക്ക് ഡെയിലി ഗെയിമിലെ പ്ലേയേഴ്സിനെ കിട്ടുമോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. സെർജിനോയിനൊക്കെ. സാബി അലോൺസോ കുറച്ചും കൂടിപ്പോയി ഗൈസ്. പാസ് ഇട്ടാൽ മതിയായിരുന്നു. ജെറാഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സാബി ടു കിട്ടിയിട്ടുണ്ട് ഗൈസ്. കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേൺ. ഇവിടെ നിന്ന് ഒരു കറവടിച്ചാൽ മതിയായിരുന്നു. ഇടാ കറവ് കൊടുത്താൽ മതിയോ ഗൈസ്. ഹാഫ് ടൈം ആവും ഇപ്പോൾ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അവിടെ നിന്നൊരു ത്രൂ പാസ് കൊടുത്താൽ മതിയായിരുന്നു. ആവശ്യമില്ലാണ്ട് പാസ് കൊടുത്തു. അല്ലെങ്കിൽ സ്വയം അടിച്ചാൽ മതിയായിരുന്നു. വെറുതെ കൊടുത്ത് കളഞ്ഞു. കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് സാരമില്ല, നമുക്ക് എന്തായാലും ഗൈസ് ഇനിയിപ്പം നമ്മുടെ ബെല്ലിംഗത്തിന് ഇറക്കാം. എന്നിട്ട് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്യാം. ബെല്ലിംഗത്തിന് നമുക്ക് DMF അല്ലേ, അതങ്ങ് CMFിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പുതിയ പ്ലേയേഴ്സിനൊക്കെ നാളെയൊക്കെ എപ്പിക്കൊക്കെ വരുന്ന ഡൗട്ടുണ്ട്. റൂമിയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യാം.
ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഫൻസൊക്കെ മാറ്റിയിട്ട് വാൻഡിജിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. അപ്പോൾ അത് കുറച്ച് സീൻ കാർഡാണ് കയറി വരുന്നത്. ഇവന്മാർ കയറി വന്ന് അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും കയറി ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്, എന്തായാലും നോക്കാം മച്ചാമാരെ. അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അടുത്തൊരു ഗോളിലേക്ക് അടിക്കാം. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിർത്തിയിട്ട് പോകുന്നില്ല അവന്മാർ ജെറാഡ്. നമ്മൾ ഉറപ്പായിട്ട് ഡിവിഷൻ മാച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഇനി വരുന്ന മാനേജർ റിവ്യൂ ഒക്കെ ഉണ്ടാവും. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കിട്ടിയിട്ടുണ്ട് റോഡ്രി. ഓക്കെ, മെസ്സി ബാക്ക്. ഓക്കെ എടാ കിട്ടിയില്ലടാ. സെർജിൻഹോ, ഡേവിഡ് വില്ല, എൻ്റെ പൊന്നു ഗൈസ്. ഓക്കെ റോഡ്രിഗർ, ഡേവിഡ് വില്ല വില്ല വില്ല. എടാ നട ഓഫ് ഗൈസ്, കറക്റ്റ് രക്ഷകനായിട്ട് നമ്മുടെ മുട്ട എത്തി. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എംബാപ്പ അല്ല, റോബർട്ടോ കാർലോസ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഗോൾ കയറുന്ന സാധനമായിരുന്നു. എന്തായാലും കറക്റ്റ് ബ്ലോക്കറായിട്ട് അവിടെ വന്നു ഗൈസ്. അപ്പം റോബർട്ടോ കാർലോസ് തന്നെയാണ് അടിക്കുന്നത്. ഓക്കെ നെയ്മർ ഗൈസ്. ഇപ്പം ഞാൻ എന്താ പറയുക, സ്മാർട്ട് സിസ്റ്റം ഓണാക്കിയിട്ടുണ്ട് തോന്നുന്നു. ആടാ ഇവൻ എവിടെ നിന്ന് അടിച്ചു വിട്ടു? അതാരാണ് അടിച്ചത്? ആണ് നെയ്മറാട്ടോ ഗൈസ്. നെയ്മർ അവിടെ നിന്ന് അടിച്ചു. അത് കുറച്ച് നടിക്കുന്നൊക്കെയാണെങ്കിൽ പണി മാളിയാനെ. വേറെ ഏതെങ്കിലും പ്ലേയേഴ്സിൻ്റെ കാര്യം പോയി തട്ടിയാണെങ്കിൽ. റോഡ്രി ടു ഗൈസ്, ഡേവിഡ് വില്ല ഗൈസ്. ഇവന്മാരെ എന്താ പറയുക, ഇവന്മാരുടെ കയ്യിൽ 2 ബാക്കും ഉണ്ട് 1500. എടാ ഇവിടുന്ന് പണി പാടുമോ? ഡേവിഡ് വില്ല ഗൈസ് ഇപ്പം കുടുങ്ങിയാലേ കോസ്റ്റ് കേട്ട ഇപ്പം സീനാക്കിയാലേ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം റോബർട്ടോ കാർലോസ് വേഴ്സസ് റോബർട്ടോ കാർലോസ് കിട്ടാം. 56 മിനിറ്റ് ആയിട്ട് വെച്ചാൽ അവരെ 1 ഗോളിലാണ് നമ്മൾ ലീഡ്. എന്തായാലും ഇനി അടിച്ച് കൂട്ടണോ ഗൈസ്. കിട്ടിയിട്ടുണ്ട് ബെല്ലിങ് ഗൈസ്. ചില സമയത്ത് ഒരു ഡിലേ ഉണ്ട്. എടാ പാസ് മതിയായിരുന്നു. ഓക്കെ ഗൈസ്, ഇവന്മാരിപ്പോൾ എന്താ അവിടെ കാണിച്ചത്? സ്കോളസ് എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ അവിടെ വേറൊരു പണി കിട്ടിയാൽ മിക്കവാറും ഇപ്പോൾ സ്കോളസിനൊരു ഫൗള് കിട്ടിയാൽ ഫൗളും ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് കൂടുതലവന്മാർ എൻ്റെ പൊന്നു ഗൈസ്. ബെക്കംബർ ഗൈസ് ഇവന്മാർ. ഓക്കെ നെയ്മർ ഗൈസ്. ഇവിടെ പാസ് കൊടുത്താൽ മതിയായിരുന്നു, ആവശ്യമില്ലാണ്ട് അടിച്ചു വിട്ടു. ഓക്കെ റോബർട്ടോ കാർലോസ് ടു നെയ്മർ ടു ബാക്ക് റോബർട്ടോ കാർലോസ്. ഓക്കെ ജെറാഡ് കിട്ടിയിട്ടുണ്ട്. റൊണാൾഡോ ഗൈസ്. റൊണാൾഡോ ഇവിടുന്ന് അടിക്കാൻ പറ്റുമോ? ഈ വാനിച്ച് സമ്മതിക്കുന്നില്ല. നെയ്മർ പോയി. എടാ അറിയാണ്ട് ഞാൻ തന്നെ എടുത്തു കൊടുത്തല്ലോ ഗൈസ്. 2 പേരുടെ മാനേജർ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരാളുടെ ബ്ലാക്ക്, ഒരാളുടെ ഒരു ബ്രൗൺ കളർ. അതാ നമ്മുടെ ആയിരിക്കും. ദശാംശമല്ല, നമ്മുടെ മുട്ടയല്ലേ, സാബി ഇതായിരിക്കും. ഓ സീന് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വരുന്ന മെയിൻ്റനൻസിനൊന്ന് ആലോചിച്ച് മാസ്റ്റർ ലീഗ് എത്തുമ്പോൾ ഉള്ള സീന് ഇതുപോലെ എടാ ഗൈസ്. ഒന്നാമത് പാസ് ഇട്ടാൽ മതിയായിരുന്നു. എന്താ പറയുക, കൂടുതൽ ഇവിടുന്ന് പാസ് ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ചിലപ്പോൾ പണി കാണിക്കും ഗൈസ്. ഇത് നോക്കട്ടെ. എടാ കിട്ടിയായിരുന്നു. അത് ഓടിക്കേറിയാൽ മതിയായിരുന്നു. അവനാവശ്യമായിട്ട് പോയി, അതാണ് സംഭവിച്ചത്. മെഗലിനെ ഞാനവിടെ വെച്ചതിൻ്റെ ഒരു കാരണമുണ്ട് കേട്ടോ ഗൈസ്. ഹൈറ്റ് ഉള്ളതുകൊണ്ട് ആശാൻ ചാടി അടിച്ചോളും. എൻ്റെ പൊന്നു ഗൈസ്, മെസ്സിനൊക്കെ വീഴ്ത്തിയിട്ടാണല്ലോ പോണേ ഗൈസ്. റോബർട്ടൊക്കെ നേടാം പിടിയുടെ വരയ്ക്കും. ഓക്കെ ഞാൻ വിചാരിച്ച ഗൈസ് പണി വാളിക്കാനുള്ള പരിപാടിയാണോ? അവന്മാർ അടിച്ചു കഴിഞ്ഞാൽ ഗൈസ് പിന്നെ ഒന്നാമത് ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേനും അടിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. എടാ എനിക്കൊന്ന് സ്മാർട്ട് സിസ്റ്റം ഓണാക്കിയിട്ട് ഫുൾ പാസ് അടിച്ചു വിടുകയാണല്ലോ. ഡേവിഡ് വില്ല അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും മാറ്റിയെടുക്കാം. ഓക്കെ മെസ്സി. എടാ അത് വേണ്ടായിരുന്നു. നോക്കി അടിച്ചാൽ മതി. അത് പെട്ടെന്ന് ബട്ടൺ പ്രസ് ചെയ്ത് തോന്നി ഗൈസ്. എംബാപ്പേ, റോഡ്രിഗർ ഗൈസ് ഒരു ത്രൂ പാസ് കൊടുത്തിട്ടുണ്ട്. മെസ്സി അത് നൈസായിട്ടുണ്ട്. റോഡ്രി, ജെറാഡ്. ഓക്കെ റോബർട്ടോ കാർലോസ്. എടാ അത്ര ഹെവി അടിക്കണ്ടായിരുന്നു, ഇവന്മാർ എടുക്കാനുള്ള ടൈം പോകുന്നില്ല ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ്. മെഗല്ലൻ വരുന്നുണ്ട്. മെഗല്ലൻ ഒരു ത്രൂ പാസ്. റോബർട്ടോ കാർലോസ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കിടിലൻ മാച്ചായിരുന്നു, നല്ലൊരു ഒപ്പമുണ്ടായിരുന്നു. 1 ഗോളാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഓൾറെഡി ട്രഫോളാണ് നമ്മുടെ സ്റ്റേജിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കിടിലൻ വീഡിയോസ് ആയിട്ടും പിന്നെ നാളെ മെയിൻ്റനൻസ് ലൈവ് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു മാച്ചായിരുന്നു. അവരാണ് 3 അടിച്ചത്, നമ്മൾ ഒറ്റ ഷോട്ട് അടിച്ചിട്ട് 1 ഗോളാക്കി. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലോക്കറൊക്കെ സെറ്റ് ആയിരുന്നു. അപ്പോൾ മച്ചാമാരെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.